ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 100x100 എന്ന ആനിമി സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. സോ ഗായ്സ്, നമ്മൾ കോപ്പിറൈറ്റ് കാരണം 2-3 പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും നമുക്ക് അത്ര വ്യൂസ് കിട്ടുന്നില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ അത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഗായ്സ്, നിങ്ങൾ സബ്സ്ക്രൈബോ ലൈക്കോ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് 1 ഷെയർ അത് തന്നെ ധാരാളമാണ്. സോ ഒട്ടും തന്നെ ലൈക്ക് അടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ഹിസോക്കയും ഗോണും തമ്മിലുള്ള ഫൈറ്റ് കഴിഞ്ഞു. ഗോൺ കുറാപ്പികയോടൊപ്പം ഹണ്ടർ എക്സാമിന്റെ ഫേസ് 2ലേക്ക് പോകുന്നതാണ്. ഹണ്ടർ എക്സാമിലെ ഫേസ് 2 നടക്കുന്ന ഒരു മനോഹരമായ സ്ഥലം കാണിച്ചിട്ടാണ് നമ്മളെ 6th എപ്പിസോഡ് തുടങ്ങുന്നത്. അവിടെയാണെങ്കിൽ കുറെ ആൾക്കാരും ഇവരെ പോലെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലിയോറിയോനെയാണ് കാണുന്നത്. ലിയോറിയോക്കാണെങ്കിൽ ഹിസോക്കയുടെ അടുത്ത് നിന്ന് അടി കിട്ടിയ കാരണം ഒന്നും തന്നെ ഓർമ്മയില്ല. അതിനുശേഷം കിലുവയെയും കണ്ടുമുട്ടുന്നുണ്ട്. അവസാനം 4 പേരും തന്നെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സറ്റോട്സോൻ വന്നിട്ട് പറയുകയാണ്, ഫേസ് 1 അവസാനിച്ചിട്ടുണ്ട്, അത് കാരണം തന്നെ എന്റെ റോൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങളെ ഫേസ് 2ലെ എക്സാമിനേഴ്സ് ആണ് നോക്കുക എന്ന് പറഞ്ഞ് സട്ടോട്സാൻ പോവുകയാണ് അവിടുന്ന്. അതിനുശേഷം നമ്മൾ ഫേസ് 2ലെ എക്സാമിനേഴ്സിനെയാണ് കാണുക. അതിലൊരു ലേഡി ഉണ്ട്, പിന്നെ ഒരു തടിയനുണ്ട്. ഇല്ല, ലേഡിയുടെ പേരെന്തെന്ന് നോക്കുകയാണെങ്കിൽ മെൻജി എന്നും മറ്റേ തടിയന്റെ പേര് നോക്കുകയാണെങ്കിൽ ഗുഹാറ എന്നുമാണ്. അതിനുശേഷം മെൻജി എണീറ്റ് പറയാണ്, നിങ്ങളെ സെക്കൻഡ് ഫേസിലെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് തൃപ്തിയാവുന്ന രീതിയിലും നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 100 എക്സാമിന്റെ ഫേസ് 2 പാസ്സാവും. ഇത് കേട്ടതും അവിടെ നിന്ന് എല്ലാവരും ചൂടാവാണ്. എന്നിട്ട് ഞങ്ങൾ എന്തുകൊണ്ട് കുക്ക് ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെൻജി പറയാണ്, അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഗവൺമെന്റ് ഹണ്ടേഴ്സ് ആണ്. ഗായ്സ്, ഗവൺമെന്റ് ഹണ്ടേഴ്സ് എന്തെന്ന് വെച്ചാൽ നല്ല ഹൈ ക്വാളിറ്റി ഫുഡും കുക്കിങ്ങിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള കുറേ തരത്തിലുള്ള റെസിപ്പീസൊക്കെ മനപ്പാടാക്കി വെച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർക്കാണ് ഗവൺമെന്റ് ഹണ്ടേഴ്സ് എന്ന് പറയാം. അതിനുശേഷം നമ്മളെ ബുഹാർ എണീറ്റിട്ട് പറയാണ്, കുറച്ചപ്പുറത്തുള്ള പിസ്ക ഫോറസ്റ്റിൽ പോർക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ പിഗിനെ കൊന്നിട്ട് ഇവിടെയുള്ള കുക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് കൊണ്ടുതരിക. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ പാസ്സാവും. അപ്പോൾ നമ്മളെ ബെഞ്ചി ടേസ്റ്റ് മാത്രമല്ല നോക്കുക എന്നും കൂടി പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും പിഗിനെ പിടിക്കാൻ പോവാണ്. അങ്ങനെ ഇവർ 4 പേരും പിഗിനെ കണ്ടുപിടിക്കുകയാണ്. പിന്നീടാണ് മനസ്സിലാവുന്നത് അവർ കാർണിവോറസ് പിഗുകളാണ്. ഇതറിഞ്ഞതും ഇവർ 4 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പക്ഷേ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ മാത്രം 100 എക്സാം മുന്നോട്ട് പോവില്ല എന്ന് ഗോൺ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഗോൺ ആ പിഗിനെ ഫൈറ്റ് ചെയ്യുന്നതിനിടക്കാണ് ഒരു ആപ്പിൾ അതിന്റെ നെറ്റിൽ വന്ന് വീഴുന്നത്. അത് തന്നെ നെറ്റിൽ വന്ന് വീണപ്പോൾ തന്നെ അതിന്റെ പവർ ഫുള്ള് പോവാണ്. അപ്പോൾ തന്നെ അവർ ഗസ് ചെയ്യാണ് അതിന്റെ ഫോർഹെഡ് ആണ് അതിന്റെ വീക്ക്നെസ്. ഈ ഒരു വീക്ക്നെസ് എല്ലാവർക്കും മനസ്സിലാവാണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും തന്നെ ഓരോരോ പിഗുകളെ വെച്ചിട്ട് കുക്കിംഗ് തുടങ്ങുകയാണ്. അതിനുശേഷം നമ്മൾ സട്ടോട്സാൻ ഒന്നുകൂടി കാണിക്കുന്നത്. സട്ടോട്സാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ കൊല്ലത്തെ പാർട്ടിസിപ്പൻസ് ഒന്നും കൂടി ഇന്റലിജന്റ് ആണ്, പക്ഷേ ഇനിയാണ് ബുദ്ധിമുട്ടുള്ള ഭാഗം വരുന്നത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ടോഡോന്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ബുഹാറക്കും മെഞ്ചിക്കും കൊടുക്കുകയാണ്. ബുഹാറ അത് അക്സെപ്റ്റ് ചെയ്തെങ്കിലും മെഞ്ചി അത് റിജക്ട് ചെയ്യാണ്. മെഞ്ചി ആണെങ്കിൽ ഒന്ന് ടേസ്റ്റ് പോലും നോക്കാതെയാണ് റിജക്ട് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നടന്ന എല്ലാ പാർട്ടിസിപ്പൻസ് ഉണ്ടാക്കിയതും മെഞ്ചിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനമാണെങ്കിൽ ഒരെണ്ണം കണ്ടിട്ട് മെഞ്ചിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തോന്നുകയാണ്. ഇത് നമ്മളെ കുറാപ്പിക ഉണ്ടാക്കിയതായിരുന്നു. അവനാണെങ്കിൽ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഡിസൈൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. അപ്പൊ നമ്മളെ മെഞ്ചി ആണെങ്കിൽ പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് ഒരാൾ ഡിസൈൻ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കി തരുന്നത്, അത് കാരണം തന്നെ അവൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ പതിവ് പോലെ അവൾ അതും റിജക്ട് ചെയ്യാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അതിൽ ഡിസൈൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ടേസ്റ്റ് ഉണ്ടാകുന്നില്ല. അതിനുശേഷം അവർ പറയാണ്, ഞങ്ങൾ 2 പേര് വയറും നിറഞ്ഞു, പക്ഷെ ഞങ്ങൾ ഇതുവരെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, അത് കാരണം തന്നെ ഞങ്ങൾ ഈ കൊല്ലം ആരും തന്നെ പാസ്സാക്കുന്നില്ല. ഇത് കേട്ട് അവിടെ നിന്ന് എല്ലാ പാർട്ടിസിപ്പൻസും ബഹളം വെക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. പക്ഷേ അപ്പോഴാണ് നമ്മളെ സട്ടോട്സാൻ ഇതൊക്കെ കാണുന്നുണ്ടാകുന്നത്. സട്ടോട്സാൻ ആണെങ്കിൽ തന്റെ ഫോൺ എടുത്ത് ഹണ്ടർ അസോസിയേഷനിലേക്ക് ഫോൺ വിളിക്കുക. ഹണ്ടർ എക്സാമിൽ എത്ര മോശപ്പെട്ട പാർട്ടിസിപ്പൻസ് ആയാലും നമ്മൾ ഒരാളെങ്കിലും പാസ്സാക്കിയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എക്സാമിനറിനെ ചേഞ്ച് ചെയ്തിട്ട് ഒരു ഈസി ടാസ്ക് കൊടുക്കണം. അതാണ് ഹണ്ടർ എക്സാമിന്റെ നിയമം. നമ്മളെ സട്ടോട്സാൻ വിളിച്ച കോൾ നേരെ പോയത് ഒരു എയർഷിപ്പിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരാളെ കാണുന്നുണ്ട്, പക്ഷേ ഫേസ് കാണുന്നില്ല. അയാളാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് പോവല്ലാണ്ട് വേറെ മാർക്ക്. അതിനുശേഷം സീൻ കട്ട് ചെയ്താൽ നമ്മളെ 100 എക്സാമിലെ പാർട്ടിസിപ്പൻസ് ആകെ മൊത്തം ദേഷ്യം പിടിച്ച് നടക്കുന്നതാണ്. ഞങ്ങൾ കുക്കാവാനോ പാത്രം വെക്കാനോ ഒന്നല്ല ഹണ്ടറാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഗോൾസ് ഉണ്ട്. അപ്പൊ നമ്മളെ ബെഞ്ചി പറയാണ്, നിങ്ങൾ എന്ത് ഹണ്ടർ ആയാലും എല്ലാ കാര്യത്തിലും ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയാണ്. എന്തായാലും നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് പോലും ആ ഒരു സ്കില്ലില്ല, അത് കാരണം തന്നെ എല്ലാവരും ഡിസ്ക്വാളിഫൈ ആവാണ് എന്നൊക്കെ മെഞ്ചിനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഹിസോക്കൊക്കെ ഇതൊക്കെ കണ്ട് ദേഷ്യം പിടിച്ചിട്ട് അവളെ കൊല്ലാൻ വേണ്ടി കാടെടുത്ത് നിൽക്കുമ്പോഴാണ് മേലെന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഇത് കേട്ടതും അവിടെ നിന്ന് എല്ലാവരും മേലോട്ട് നോക്കുകയാണ്. നോക്കുമ്പോണ്ടാ നമ്മൾ 100 അസോസിയേഷനിലെ എയർഷിപ്പാണത്. ആ ഒരു എയർഷിപ്പിന്റെ വിൻഡോ വഴി ഒരാൾ ചാടി വരുന്നത്. അത്രയും ദൂരത്ത് നിന്ന് ചാടിയിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരാൾ വന്ന് നിൽക്കുകയാണ്. അതാരാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെ 100 അസോസിയേഷനിലെ ചെയർമാൻ ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് നെറ്റരോ. ഈ ഒരു 100 എക്സാണ്ടറിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ നമ്മളെ ചെയർമാൻ വന്നിട്ട് മെഞ്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്കറിയത്തില്ല എല്ലാവരെയും ഫെയിൽ ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ നമ്മളെ മെഞ്ചി പറയാണ്, അത് പിന്നെ പാർട്ടിസിപ്പൻസിൽ ഒരാൾ ഗവൺമെന്റ് ഹണ്ടേഴ്സിനെ കളിയാക്കിയപ്പോൾ എനിക്കാകെ ദേഷ്യം വന്നു, അത് കാരണമാണ് ഞാൻ ഒന്നുകൂടി ടഫാക്കിയത് എന്ന് നമ്മൾ മെഞ്ചി പറയാണ്. നമ്മളെ ചെയർമാൻ പറയാണ്, പക്ഷേ ഇങ്ങനെ ടഫാക്കാൻ പാടില്ല, അത് നമ്മളെ 100 അസോസിയേഷനിലെ നിയമത്തിനെതിരാണ് എന്ന് പറയാണ്.
അപ്പോൾ നമ്മൾ മെഞ്ചി അതിനിടയ്ക്ക് സോറിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ചെയർമാൻ പറയാണ് ഈ ഒരു 100 എക്സാമിലെ സെക്കൻഡ് ഫേസ് ഒന്നുകൂടി നടത്തണം. അതിനെല്ലാവരും ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ സെക്കൻഡ് ഫേസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു മലയുടെ മുകളിലേക്ക് പോവുകയാണ്. നമ്മളെ ചെയർമാൻ്റെ എയർഷിപ്പിലൊക്കെയാണ് പോകുന്നത്. അങ്ങനെ നമ്മളെ മെഞ്ചി ഇവർക്കൊരു സാധനം കാണിച്ചു കൊടുക്കുക. അതെന്തെന്ന് വെച്ചാൽ ഒരു സ്പൈഡർ എന്ന് പറഞ്ഞിട്ടൊരു ജീവിയുണ്ട്, അതിൻ്റെ ഒരു വലയാണത്. അങ്ങനെയാണ് മുകളിൽ നിന്ന് നോക്കുന്നവർക്ക് കാണുക. പക്ഷേ അതിൻ്റെ അടിയിൽ അവരുടെ മുട്ടകൾ ഉണ്ടായിരുന്നു. അവരുടെ മുട്ടകൾ ആരും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അതിനടിയിൽ കൊണ്ടുപോയിട്ട് മുട്ടിട്ട് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളെ മെഞ്ചി ചലഞ്ച് എന്താന്ന് പറയാണ്. അപ്പോൾ നമ്മളെ ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളെ മെഞ്ചി ആദ്യം ഇവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. സോ മെഞ്ചി അതുപോലെ തന്നെ ഇവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. എന്തെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ആ ഒരു വലയെ ലക്ഷ്യമാക്കി നിലത്തോട്ട് ചാടുക. അതിനുശേഷം അവിടെ നിന്നൊരു മുട്ട കൈ പിടിക്കുക. എന്നിട്ട് ആ മുട്ട കൈ പിടിച്ചിട്ട് നേരെ നിലത്തോട്ട് പോകും. അപ്പോൾ ഇത് കണ്ട് ഇവരെല്ലാവരും വിചാരിക്കുന്നത് അവരിപ്പോൾ ചാവും, അവരിഞ്ഞ് തിരിച്ചു വരില്ല എന്നൊക്കെയാണ്. അങ്ങനെ പെട്ടെന്നാണ് അടിയിൽ നിന്നൊരു കാറ്റ് മേലോട്ട് വരുന്നത്. ആ ഒരു കാറ്റിനൊപ്പമാണെങ്കിൽ നമ്മളെ മെഞ്ചും മുട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട ഗോണിനും കിലോക്കൊക്കെ നല്ല ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ മെഞ്ചി അവിടെ നിന്ന് ജസ്റ്റ് കയറി വന്നപ്പോൾ തന്നെ ഇവരെടുത്ത് ചാടുകയാണ്. അപ്പോൾ മെഞ്ചി പറയുന്നൊക്കെ ഉണ്ട്, ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, നിങ്ങളിപ്പോൾ തന്നെ ചാടല്ലേന്നൊക്കെ. പക്ഷേ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഞ്ചി ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവരൊരു എഗ്ഗ് പിടിച്ചിട്ട് നിലത്തോട്ട് പോകില്ലേ, താഴോട്ട് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരാൻ കാറ്റ് വേണ്ടേ, അപ്പോൾ ആ കാറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതാണ് നമ്മളെ മെഞ്ചി എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ വിൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ എണ്ണം നിലത്തേക്ക് പോയിട്ട് വടിയാവുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ നോക്കുകയാണെങ്കിൽ ഇവർ വെയിറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ കുറേ ആൾക്കാരുള്ള കാരണം ഈ ഒരു വെബിനാണെങ്കിൽ ഇവരെല്ലാവരും വെയിറ്റ് കൂടി താങ്ങാൻ പറ്റുന്നില്ല. വെബ് ഇപ്പോൾ പൊട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ചാടുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ ഗോണും ചെക്കന്മാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഗോണിന് നല്ല സ്മെല്ലിംഗ് പവേഴ്സ് ഉള്ള കാരണം കാറ്റിൻ്റെ ഡിഷൊക്കെ അവർക്ക് മനസ്സിലാവും. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടതാണ് ഒരു വലിയൊരു സ്റ്റോം വരുന്നത് ഗോൺ പ്രഡിക്റ്റ് ചെയ്തത്. അങ്ങനെ എല്ലാവരും ഗോൺ പറഞ്ഞ സമയത്ത് തന്നെ നോക്കി ചാടിയിട്ട് എല്ലാവരും മുട്ട തന്നെ പിടിക്കുകയാണ്. അങ്ങനെ ഒരു മുട്ട പിടിച്ചതിന് ശേഷം ഇവരെല്ലാവരും താഴോട്ട് പോവാണ്. അതിനുശേഷമാണെങ്കിൽ കറക്റ്റ് സമയത്ത് തന്നെ ഒരു വിൻഡ് വരുന്നുണ്ട്. ആ ഒരു വിൻഡിനൊപ്പം തന്നെ ഇവരെല്ലാവരും കൂടി മുകളിലോട്ട് വരുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ ഒരു എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് നല്ല ഇതിൽ കഴിക്കുകയാണ്. ബട്ട് ഇവർ കുറേ ആൾക്കാരൊപ്പം ചാടിയത് കാരണം തന്നെ ആ ഒരു വെബ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചാടിയ ആൾക്കാർ മാത്രമേ പാസ്സായിട്ടുള്ളൂ. അതിനുശേഷം അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു. പിന്നെ ചാടാനാണെങ്കിൽ തന്നെ അവിടെ വലയില്ല. അത് കാരണം തന്നെ കുറേ ആൾക്കാർ ഈ ഒരു സെക്കൻഡ് ഫേസിൽ ഫെയിൽ ആയിട്ടുണ്ട്. ഞങ്ങളുടെ 40 സംതിങ് ആൾക്കാർ മാത്രമേ ഈ ഒരു സെക്കൻഡ് ഫേസിൽ പാസ്സായിട്ടുള്ളൂ. സോ ഇനി നമ്മൾ 7th എപ്പിസോഡ് ഇടുന്നല്ല, ഇതിന് പകരം 8th എപ്പിസോഡാണ് ഇടുന്നത്. കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് മെയിൻ പ്ലോട്ട് മാത്രം നോക്കി പോയാൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് ആ എപ്പിസോഡൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് 3rd ഫേസിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും. സോ നമുക്ക് 3rd ഫേസിൻ്റെ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.